ഹലോ ഗൈസ്, വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ലിറ്റ്ബീസ്. ലിറ്റ്ബീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗളിവേഴ്സ് ട്രാവൽസ് എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ തന്നെ എഴുതപ്പെട്ടിട്ടുള്ള വൺ ഓഫ് ദ ഫസ്റ്റ് നോവൽസിൽ വരുന്ന തുടക്കത്തിൽ എഴുതപ്പെട്ടുള്ള നോവൽസിൽ വരുന്ന ഒരു നോവലിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആദ്യമായിട്ട് ജൊനാഥൻ സ്വിഫ്റ്റ് എന്നുള്ള ഒരു വ്യക്തിയാണ് ഈ നോവലിന് എഴുതുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം പിന്നെ ജൊനാഥൻ സ്വിഫ്റ്റ് എഴുതിയിട്ടുള്ള നോവലുകളിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും പിന്നെ പഠനവിധേയമായിട്ടുള്ള ഒരു നോവലാണ് ഗളിവേഴ്സ് ട്രാവൽസ് എന്ന നോവൽ. ഓക്കെ, അപ്പോൾ ജൊനാഥൻ സ്വിഫ്റ്റിനെ കുറിച്ച് ആദ്യം നമുക്ക് ബ്രീഫായിട്ട് പിന്നെ ഓഥറിനെ കുറിച്ച് ഒന്ന് പരിചയപ്പെടാം. അതിനുശേഷം പിന്നീട് നമ്മൾ നെക്സ്റ്റ് ഈ നോവലിൻ്റെ സമ്മറിയിലേക്കും അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തീംസ് അനാലിസിസിലേക്കാണ് പോകുന്നത്. ഓക്കെ, ഈ ഒരു വർക്ക് എഴുതപ്പെട്ടിട്ടുള്ളത് 1720 എന്ത് ചെയ്യുന്നത് ഈ ഒരു വർക്ക് പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. പിന്നെ മാത്രമല്ല 1720 മുതൽ 1725 വരെയുള്ള കാലഘട്ടത്തിലാണ് ജൊനാഥൻ സ്വിഫ്റ്റ് ഈ ഒരു വർക്ക് എഴുതുന്നത്. 1726 ഈ ഒരു വർക്കിനെ പബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, 1726 പബ്ലിഷ് ചെയ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ പിന്നെ റോബിൻസൺ ക്രൂസോയുടെ ഒക്കെ കൂടെ ഇംഗ്ലീഷ് സാഹിത്യത്തിലെ ഏറ്റവും തുടക്കകാലത്ത് എഴുതപ്പെട്ടുള്ള നോവലുകളിലാണ് പിന്നെ ഈ ഒരു നോവലിൻ്റെ സ്ഥാനം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇതിൻ്റെ ഒരു ജോൺറ എന്ന് പറയുമ്പോൾ ഇത് സാറ്റയറാണ്. ജൊനാഥൻ സ്വിഫ്റ്റ് അന്നത്തെ കാലത്തെ പിന്നെ ഏറ്റവും വലിയ സാറ്ററിസ്റ്റുകൾപ്പെട്ട ഒരാളായിരുന്നുകൊണ്ട് തന്നെ ഇതിൻ്റെ ഈ ഒരു വർക്കിൻ്റെ ജോൺറ എന്നുള്ളത് സാറ്റയർ വിഭാഗത്തിലാണ് നമുക്ക് പെടുത്താൻ പറ്റുന്നത്. ഇംഗ്ലണ്ടിലാണ് കഥ നടക്കുന്നത്. കാര്യമായിട്ടും ഇംഗ്ലണ്ടിലാണ് ഇതിൻ്റെ കഥ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ മാത്രമല്ല ഒരുപാട് അൺഐഡൻറ്റിഫൈഡ് ആയിട്ടുള്ള സിറ്റികളിലൂടെ എന്ത് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും, കഥ മുന്നോട്ട് പോകുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ പിന്നെ ജൊനാഥൻ സ്വിഫ്റ്റിനെ കുറിച്ച് നോക്കുമ്പോൾ അദ്ദേഹം ഒരു ഐറിഷ് എഴുത്തുകാരനാണ്, പിന്നെ സാറ്ററിസ്റ്റ് ആണ്, ക്ലർജി മാനൊക്കെ ആയിരുന്നു. മാത്രമല്ല പിന്നെ അദ്ദേഹത്തിൻ്റെ ജനനം ഡബ്ലിനിലാണ് അദ്ദേഹം ജനിക്കുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രിനിറ്റി കോളേജിലാണ് അദ്ദേഹം എഡ്യൂക്കേഷൻ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അദ്ദേഹത്തിൻ്റെ പിന്നെ പ്രധാനമായിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് നോക്കാനുള്ളത് അദ്ദേഹം ട്രിനിറ്റി കോളേജിൽ എഡ്യൂക്കേഷൻ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഡീൻ ഓഫ് സെൻറ്റ് പാട്രിക് കത്തീഡ്രൽ ഇവിടുത്തെ ഡീനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് അദ്ദേഹം മാറുന്നുണ്ട്. ഡബ്ലിനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കത്തീഡ്രലായിരുന്നു പിന്നെ സെൻറ്റ് പാട്രിക് കത്തീഡ്രൽ എന്നുള്ളത്. ഇവിടുത്തെ ഡീനായിട്ടും അദ്ദേഹം മാറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇദ്ദേഹത്തിൻ്റെ രചനകൾ എന്ന് പറയുമ്പോൾ പിന്നെ അദ്ദേഹം എസ്സേസ് എഴുതിയിട്ടുണ്ട്, പാംലെറ്റ്സ് എഴുതിയിട്ടുണ്ട്, ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, പിന്നെ സാറ്റേഴ്സും ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും പിന്നെ ഇദ്ദേഹത്തിൻ്റെ അറിയപ്പെട്ട നോവലുകളിൽ പെട്ട ഒന്നാണ് ഗളിവേഴ്സ് ട്രാവൽസ് എന്നുള്ളത്. ഓക്കെ, 1726 ഇതിന് പബ്ലിഷ് ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇത് അദ്ദേഹത്തിൻ്റെ ഒരു സാറ്ററിക്കൽ മാറ്റർ പീസ് എന്ന് തന്നെ വിളിക്കപ്പെടാൻ പറ്റുന്ന ഒരു നോവലാണ്. ഓക്കെ, കാരണം ഇതിൽ ഒരുപാട് ഹ്യൂമൻ നാച്ചറിനെയും പൊളിറ്റിക്സിനെയും സയൻസിനെയും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇദ്ദേഹം ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ട്. ഇനി അദ്ദേഹത്തിൻ്റെ മറ്റ് പ്രധാനപ്പെട്ട വർക്കുകളിലേക്ക് വരുമ്പോൾ പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു വർക്കാണ് 1704 അദ്ദേഹം പിന്നെ എഴുതിയിട്ടുള്ള എ ടൈൽ ഓഫ് ടബ് എന്നുള്ള വർക്ക്. അതുപോലെ തന്നെ പിന്നെ 1726 നമ്മുടെ ഗളിവേഴ്സ് ട്രാവൽസ് എഴുതുന്നു. 1729 എ മോഡസ്റ്റ് പ്രപ്പോസൽ അദ്ദേഹം എഴുതുന്നുണ്ട്. പിന്നെ 1726 അദ്ദേഹം എന്ത് ചെയ്യുന്നത് പിന്നെ അടുത്തൊരു വർക്കായിട്ടുള്ള ഡാപ്പേഴ്സ് ലെറ്റേഴ്സ് എന്നുള്ള വർക്ക് അദ്ദേഹം എന്ത് ചെയ്യുന്നത് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ എന്താണ് പിന്നെ ഹ്യൂമൻ ഫ്ലോസിനൊക്കെ എക്സ്പോസ് ചെയ്യുന്ന തരത്തിലാണ് ഡാപ്പേഴ്സ് ലെറ്റേഴ്സ് ചെയ്തിട്ടുള്ളത്. എക്കോണമിക് എക്സ്പ്ലോയിറ്റേഷനെ കുറിച്ചൊക്കെ അതിൽ പറയുന്നുണ്ട്. പിന്നെ മോഡസ്റ്റ് പ്രപ്പോസലാണെന്നുണ്ടെങ്കിൽ അന്നത്തെ പിന്നെ ബ്രിട്ടീഷ് പോളിസീസ്, അയർലൻഡിന് നേരെ ബ്രിട്ടീഷുകാരുടെ പോളിസീസൊക്കെ കൃത്യമായിട്ട് അദ്ദേഹം അതിൽ എന്ത് ചെയ്യുന്നുണ്ട്, ക്രിറ്റിസൈസ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി നമ്മൾ പിന്നെ വർക്കിലേക്ക് പോകുമ്പോൾ ലാമുവൽ ഗളിവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഇതിലെ പ്രൊട്ടഗോണിസ്റ്റായിട്ട് ഇതിൻ്റെ കേന്ദ്ര കഥാപാത്രമായിട്ട് വരുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഏർലി ലൈഫും പിന്നെ റബലിനും ആണ് നമുക്ക് ഫസ്റ്റ് നോക്കാനുള്ളത്. അതായത് ഇതിൻ്റെ തുടക്കകാലം എങ്ങനെയാണ് ഇദ്ദേഹം സ്റ്റാർട്ട് ചെയ്തതെന്നുള്ളത്. ഓക്കെ, ഇതിൻ്റെ സ്റ്റോറി എന്ന് പറയുമ്പോൾ പിന്നെ ഇംഗ്ലണ്ടിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അദ്ദേഹം എന്താണ് പിന്നെ മാത്രമല്ല ഇംഗ്ലണ്ടിലും അതുപോലെ തന്നെ അൺഐഡൻറ്റിഫൈഡ് ആയിട്ടുള്ള ഒരുപാട് സിറ്റികളിലും നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത ഒരുപാട് സിറ്റികളിലേക്കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ജൊനാഥൻ സ്വിഫ്റ്റ് പിന്നെ വായനക്കാരനെ കൊണ്ടുപോകുന്നുണ്ട്. ഇതൊരു ഫസ്റ്റ് പേഴ്സൺ നെറേറ്റീവാണ്. ത്രൂ ഔട്ട് ദ നോവൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഫസ്റ്റ് പേഴ്സൺ നെറേറ്റീവാണ്. ഓക്കെ, പിന്നെ ഗളിവേഴ്സിൻ്റെ ട്രാവൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാര്യമായിട്ടും ഒരു സാറ്ററിക്കൽ ട്രാവലോഗ് ആയിട്ടാണ് നമുക്ക് ഇതിനെ കാണാൻ പറ്റുന്നത്. 4 ഭാഗത്തിലായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, എഴുതപ്പെട്ടിട്ടുള്ളത്. പിന്നെ ഇദ്ദേഹം ഒരു മാരീഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അല്ലേ, അദ്ദേഹം സർജൻ ആയിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് എന്താണ് ലോകം എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ത്വര അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം പിന്നെ ഒരുപാട് രാജ്യങ്ങളിലേക്ക് സഞ്ചരിക്കാൻ ആഗ്രഹിച്ചൊരു വ്യക്തി കൂടിയായിരുന്നു. ഇനി നമ്മൾ പിന്നെ വർക്കിലേക്ക് വരുമ്പോൾ 4 യാത്രകളാണ് അദ്ദേഹം നടത്തുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഒന്നാമത്തെ വോയേജാണ് ഫസ്റ്റ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വോയേജിൽ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റത്തെ യാത്ര എന്ന് പറഞ്ഞാൽ ലില്ലിപുട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐലൻഡിലേക്കാണ് അദ്ദേഹം എത്തിപ്പെടുന്നത്. അപ്പോൾ ലില്ലിപുട്ടിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ വോയേജാണ് നമ്മൾ നോക്കുന്നത്. ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞു ഇദ്ദേഹത്തിന് പിന്നെ യാത്ര ചെയ്യാൻ അത്രക്കും ആഗ്രഹം ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഗളിവറിൻ്റെ പിന്നെ അദ്ദേഹം ഷിപ്പിൽ കയറിക്കൊണ്ട് എന്ത് ചെയ്യാണ്, യാത്ര ചെയ്യാണ്. അപ്പോൾ ഷിപ്പിലെ സർജനാണ്. അങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഷിപ്പ് എന്ത് ചെയ്യാണ്, ഷിപ്രൊക്കെ ആയിക്കൊണ്ട് ഒരു ഐലൻഡിൽ അദ്ദേഹം എത്തിപ്പെടുകയാണ്. ആ ഐലൻഡിൻ്റെ പേരെന്താണ്, ലില്ലിപുട്ട് എന്നാണ് ആ ഐലൻഡിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ അവിടെ അദ്ദേഹം എത്തുന്ന സമയത്ത് അദ്ദേഹം വളരെ വലിയൊരു മനുഷ്യനാണ്.
കാരണം അവിടുത്തെ ആളുകൾക്ക് അത്രയും ചെറിയ ടൈനി ആയിട്ടുള്ള അത്രയും ചെറിയ ആളുകളാണ്. ആകെ ഒരു ബെയർലി 6 ഇഞ്ച് മാത്രം വലിപ്പമുള്ള ആളുകളാണ് അവിടുത്തെ ആളുകൾ. അപ്പോൾ അതേസമയം നോർമൽ മാൻ ആയിട്ടുള്ള പിന്നെ നമ്മുടെ ഗളിവർ അവിടെ എത്തിപ്പെടുമ്പോൾ ഗളിവർ വളരെ വലിയൊരു മനുഷ്യനായിട്ടാണ് അവർ കാണുന്നത്. അപ്പോൾ അവിടെ ഒരുപാട് സംഭവങ്ങൾ സംഭവിക്കുന്നുണ്ട് അല്ലേ. ഒരു സ്റ്റോമിൽപ്പെട്ട് അദ്ദേഹം അവിടെ എത്തിപ്പെടുകയാണ്. അങ്ങനെ അദ്ദേഹം എത്തുമ്പോൾ അവിടുത്തെ ആളുകൾ അദ്ദേഹത്തിന് എന്ത് ചെയ്യണം, അദ്ദേഹം ഉറക്കമുണർന്ന് നോക്കുമ്പോൾ കയറിനാൽ കെട്ടപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹത്തിനെ കാണുന്നത്. അങ്ങനെ പിന്നെ ഭടന്മാരൊക്കെ കൂടിയിട്ട് അദ്ദേഹത്തിന് രാജാവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാണ്. അദ്ദേഹത്തിന് ഫുഡും പിന്നെ ആദ്യം അവരൊരു എനിമി പോലെയാണ് നോക്കി കാണുന്നത്. പിന്നീട് ഇദ്ദേഹം അപകടകാരിയല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ എന്ത് ചെയ്യാണ്, അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള ഫുഡും ക്ലോത്തും മറ്റൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു മന്ദിറിൻ്റെ ഒരു ക്ഷേത്രത്തിൻ്റെ അടുത്ത് അദ്ദേഹത്തിന് കെട്ടിയിടുകയാണ്. അദ്ദേഹത്തിൻ്റെ കാലുകളിൽ എന്തുണ്ട്, ചെയിനൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നീട് എന്ത് ചെയ്യാണ്, ഇദ്ദേഹം ഒരു അപകടകാരിയല്ല, രാഷ്ട്രത്തിന് ഭീഷണിയല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ രാജാവ് എന്ത് ചെയ്യാണ്, അദ്ദേഹത്തിനെ പിന്നെ ഫ്രീ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ കിങ്ങുമായിട്ട് അവിടുത്തെ രാജാവുമായിട്ട് അദ്ദേഹം വളരെ ക്ലോസ് ഫ്രണ്ട് ആവുന്നുണ്ട്. അപ്പോൾ ഈ സമയത്താണ് ഈ രാജാവിന് ഒരു ആഗ്രഹം ഉദിക്കുന്നത്. കാരണം തൊട്ടപ്പുറത്ത് ഒരു ഒരു രാജ്യമുണ്ട്. ആ രാജ്യത്തിൻ്റെ പേരാണ് ബഫുസ്കു എന്ന് പറഞ്ഞിട്ടുള്ള രാജ്യം. അപ്പോൾ ഈ ബഫുസ്കിയൻസ് എന്ത് ചെയ്യുന്നുണ്ട്, അവർ പതിയെ ഈ ലില്ലിപുട്ടുമായിട്ട് ഇങ്ങനെ യുദ്ധത്തിലൊക്കെ ഏർപ്പെടുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ ഇവരെന്ത് ചെയ്യണം, ഒന്ന് വിറപ്പിക്കണം. അങ്ങനെ അതിന് വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്, പിന്നെ ഗളിവറിനെ ഉപയോഗിക്കുകയാണ്. കാരണം ഗളിവർ ഇത്ര വലിയൊരു മനുഷ്യനാണല്ലോ. അങ്ങനെ ഗളിവർ എന്ത് ചെയ്യാണ്, അവിടെ ചെന്നിട്ട് അവരുടെ വാർഷിപ്പൊക്കെ പിന്നെ മോഷ്ടിച്ച് കൊണ്ടുവരികയാണ്. ഓക്കെ, ഈ ബഫുസ്കുവിൽ പോയിട്ട് അങ്ങനെ അത് രാജാവിനെ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ രാജാവിൻ്റെ ഒരു അദ്ദേഹത്തിന് അലച്ച വരികയാണ്. കാരണം ഇനിയും എന്ത് ചെയ്യണം, ഒന്നുകൂടി രാഷ്ട്രം കെട്ടിപ്പടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബഫുസ്കുവിത്തെ ആളുകളെ സ്ലേവ്സ് ആക്കാൻ, അവരെ അടിമയാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിക്കുകയാണ്. അതിനുവേണ്ടി ആരോട് സഹായം ചോദിക്കുന്നു, ഗളിവരോട് സഹായം ചോദിക്കുന്നുണ്ട്. പക്ഷേ ഗളിവർ എന്ത് ചെയ്യാണ്, ഞാൻ അങ്ങനത്തെ ഒരു പിന്നെ തെറ്റായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിനെ ഡിനൈ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഈ ഒരു അവസരത്തിൽ രാജാവിന് കുറച്ച് ദേഷ്യമൊക്കെ വരുന്നുണ്ട്, ലില്ലിപുട്ടിലെ രാജാവിന്. പക്ഷേ ഈ സമയത്ത് അദ്ദേഹം ഓടി രക്ഷപ്പെട്ടിട്ട് എന്ത് ചെയ്യാണ്, ബഫുസ്കയിലെ രാജാവിൻ്റെ അടുത്തേക്ക് എത്തിപ്പെടുകയാണ്. അപ്പോൾ അവിടുത്തെ രാജാവുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പിലൊക്കെ ആവുന്നുണ്ട്. അപ്പോൾ ഇതാണ് ലില്ലിപുട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ. ഓക്കെ, അപ്പോൾ തിരിച്ച് പിന്നെ മറ്റൊരു സംഭവം ലില്ലിപുട്ടിൽ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലില്ലിപുട്ടിലെ കൊട്ടാരത്തിന് തീ പിടിക്കുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ നമ്മുടെ ഗളിവർ അവിടുത്തെ കൊട്ടാരത്തിൻ്റെ ആ ഒരു തീ കെടുത്തുന്നുണ്ട്. പക്ഷേ എങ്ങനെയാണ് കെടുത്തുന്നത്, പിന്നെ ഗളിവർ എണീറ്റ് നിന്നുകൊണ്ട് അദ്ദേഹം മൂത്രമൊഴിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, തീ അണയുന്നുണ്ട്. പക്ഷേ അദ്ദേഹം എന്ത് ചെയ്യാണ്, ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ട് രാജാവിന് വളരെ ദേഷ്യമൊക്കെ ആവുന്നുണ്ട്. അപ്പോൾ ഇത് കാരണം രാജാവ് എന്ത് ചെയ്യാണ്, ഇദ്ദേഹത്തിനെ അന്ധനാക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലാൻ മേക്ക് ചെയ്യാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ട്, ലില്ലിപുട്ടിലൊരു ഫ്രണ്ട് മണത്തറിയുകയും അത് ഗളിവറോട് ഇൻഫോം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് എന്ത് ചെയ്യാണ്, ഇദ്ദേഹം അവിടുന്ന് മെല്ലെ ഓടി രക്ഷപ്പെട്ടുകൊണ്ട് അപ്പുറത്തുള്ള പിന്നെ ഐലൻഡിലേക്ക് എത്തുകയാണ്. അവിടുന്ന് അദ്ദേഹത്തിന് ഒരു ബോട്ട് കിട്ടുന്നു. ആ ബോട്ടിൽ എന്ത് ചെയ്യാണ്, അദ്ദേഹം തിരിച്ച് ഇംഗ്ലണ്ടിലേക്ക് തന്നെ മടങ്ങുകയാണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ സ്റ്റോറി എന്ന് പറഞ്ഞാൽ. ഒന്നാമത്തെ അദ്ദേഹത്തിൻ്റെ വോയേജ്, ലില്ലിപുട്ടിലേക്കുള്ള വോയേജ് അങ്ങനെയാണ് എൻഡ് ആവുന്നത്. ഇനി നമ്മൾ രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ വോയേജ് നോക്കുകയാണ് അല്ലേ. രണ്ടാമത്തെ വോയേജ് എന്ന് പറഞ്ഞാൽ ബ്രോഡിംഗ്നാങ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ് അദ്ദേഹം പിന്നീട് എന്ത് ചെയ്യുന്നത്, യാത്ര ചെയ്യുന്നത്. അപ്പോൾ ബ്രോഡിംഗ്നാങ്ങിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ലാൻഡ് ഓഫ് ജയൻസ് ആണ്. ഇവിടെ അദ്ദേഹം എത്തുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ വളരെ വലിയ മനുഷ്യന്മാരാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഈ മനുഷ്യന്മാർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ സ്ഥലത്ത് പോയപ്പോൾ എന്തായിരുന്നു, പിന്നെ അത്രയും ചെറിയ ആളുകളായിരുന്നു. പക്ഷേ ഇവിടേക്ക് എത്തുമ്പോൾ ആളുകളൊക്കെ വളരെ വലുത്. ഇവിടെ ഗളിവർ വളരെ ചെറിയൊരു മനുഷ്യനാണ്. അപ്പോൾ ഈ സമയത്ത് എന്താണ്, ഇവരൊക്കെ ഒരു ഫാർമർക്കാണ് ആദ്യം ഇദ്ദേഹത്തിന് കിട്ടുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു കോമിക് കഥാപാത്രമാക്കിക്കൊണ്ട് എന്ത് ചെയ്യണം, അദ്ദേഹം കൊണ്ടു നടക്കണം. അങ്ങനെ അയാൾ പോകുന്ന സ്ഥലത്തൊക്കെ ഇദ്ദേഹത്തിന് ഗളിവറിനെ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ട് ആൾക്കാരെ മുമ്പിൽ കളിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ ഉപയോഗിക്കുകയാണ്. അങ്ങനെ പിന്നീട് ഈ ഫാർമർ എന്ത് ചെയ്യാണ്, ഇത് ഒരു എൻ്റർടൈൻമെൻറ്റിൻ്റെ ഒരു ടൂളായിട്ട് ആർക്ക് കൊടുക്കുകയാണ്, ക്വീനിന്, അവിടുത്തെ രാജ്ഞിക്ക് ഇദ്ദേഹത്തിനെ ഗളിവറിനെ കൈമാറാണ്. അങ്ങനെ കാശ കൊടുത്ത് പിന്നെ ഫാർമർ ഹാപ്പിയായി, ക്വീനിന് ഇത് കൊടുത്തു. അങ്ങനെ ക്വീനും ഒരു എൻ്റർടൈൻമെൻറ്റിൻ്റെ ഇതായിട്ട് പാലസിൽ ഗളിവർ ഇങ്ങനെ വെക്കുകയാണ്. അപ്പോൾ ഈ സമയത്താണ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹം അവിടുത്തെ കാണുന്നത്. ഓക്കെ, അപ്പോൾ രാജാവിനെ കണ്ടുമുട്ടുമ്പോൾ രാജാവുമായിട്ട് ഒരുപാട് സംസാരമൊക്കെ നടത്തുന്നുണ്ട് പിന്നെ ഗളിവർ. അങ്ങനെ സംസാരിക്കുമ്പോൾ ഈ ബ്രോഡിംഗ്നാങ്സിൻ്റെ ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പിന്നെ അവിടുത്തെ രാജാവൊക്കെ യൂറോപ്യൻ പൊളിറ്റിക്സിനെയും അതുപോലെ തന്നെ അവിടുത്തെ യുദ്ധങ്ങളെയും അതിനെക്കുറിച്ചൊക്കെ ഗളിവറുടെ അടുത്തു നിന്നുള്ള സംസാരം കേൾക്കുമ്പോൾ അപ്പോൾ അവർ ഈ ഒരു ഇംഗ്ലണ്ടിലെ ആളുകളൊക്കെ ഭയങ്കര ബാർബാരിക്കായിട്ടും ഫൂളിഷായിട്ടാണ് മനസ്സിലാക്കുന്നത്. കാരണം ബ്രോഡിംഗ്നാങ്ങിലെ ആളുകൾ എന്ന് പറഞ്ഞാൽ അത്രയും നല്ല മനസ്സുള്ള ആളുകളാണ്. അപ്പോൾ എന്ത് ചെയ്യാണ്, ഇവർ പിന്നെ ഗളിവറിനെ ഒരു പെട്ടിക്കുള്ളിൽ എന്ത് ചെയ്യാണ്, രാജാവ് അടക്കുകയാണ്. അങ്ങനെ അദ്ദേഹത്തിനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഉപേക്ഷിച്ച് വെക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, വലിയൊരു പക്ഷി, ഒരു ഈഗിൾ വരുന്നുണ്ട്. ആ ഈഗിൾ വന്നുകൊണ്ട് ഈ ഒരു പെട്ടി, ഈ ഒരു ബോക്സ് എടുത്ത് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാണ്, പിന്നെ കടലിൽ ഉപേക്ഷിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യാണ്, കടലിൽ അദ്ദേഹം അകപ്പെടുന്നു. അപ്പോൾ കടലിൽ ഒരു ഷിപ്പ് എന്ത് ചെയ്യാണ്, അദ്ദേഹത്തിനെ രക്ഷപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്യാണ്, പിന്നെ ലണ്ടനിലേക്ക് തന്നെ തിരിച്ചെത്തുകയാണ് അദ്ദേഹം. അപ്പോൾ ഇങ്ങനെയാണ് രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ വോയേജ് അവസാനിക്കുന്നത്. ഇനി മൂന്നാമത്തെ വോയേജ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്ന് പറഞ്ഞാൽ ലാപ്പുട്ടയിലേക്കാണ് മൂന്നാമത്തെ അദ്ദേഹത്തിൻ്റെ വോയേജ് നടക്കുന്നത്. ലാപ്പുട്ട എന്ന് പറഞ്ഞാൽ എന്താ, ദ ഫ്ലൈയിങ് ഐലൻഡ് ഓഫ് ലാപ്പുട്ട എന്നാണ് അദ്ദേഹം ജോനാഥൻ സ്വിഫ്റ്റ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇതിൽ ലാപ്പുട്ടയെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ ആളുകൾ എന്ന് പറഞ്ഞാൽ ഇതൊരു ഫ്ലൈയിങ് ഐലൻഡാണ് അല്ലേ, ഇങ്ങനെ പറന്ന് നടക്കുന്ന ഒരു ഐലൻഡാണ്. അപ്പോൾ ഇവിടെ ആളുകൾ എന്ന് പറഞ്ഞാൽ ഫുൾ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ആളുകളാണ്, ഭയങ്കര ഇൻ്റലക്ച്വലി ഒബ്സസ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. അവർ ഭയങ്കര തിയറീസും സയൻസും അതുപോലെ തന്നെ ഒരുപാട് പിന്നെ പ്രാക്ടിക്കൽ സംഭവങ്ങളൊക്കെ അതിൽ ഭയങ്കര പിന്നെ അത്രയും പിന്നെ ബുദ്ധിജീവികളായിട്ടുള്ള ആളുകളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ 3
പ്രധാനപ്പെട്ടിട്ടുള്ള ശാഖകളാണ് ഇവിടെ ആളുകൾ പഠിച്ചിരുന്നത്. ഒന്ന് മ്യൂസിക്കാണ്, മറ്റൊന്ന് ആസ്ട്രോണമിയാണ്, പിന്നെ ഫിലോസഫിയാണ്. അപ്പോൾ ഇതിൽ അത്രയും എക്സ്പെർട്ടായിട്ട് ഇതിലിങ്ങോട്ട് ഒബ്സർവ്ഡ് ആയിട്ടുള്ള ആളുകളാണ് അദ്ദേഹം ചെയ്യുന്നത് ഇവിടെ കണ്ടെത്തുന്നത്. അങ്ങനെ അവിടെ അദ്ദേഹം ചെയ്യുന്നത് ഒരു അക്കാദമിയൊക്കെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ ആ അക്കാദമിൻ്റെ പേരെന്താ? അക്കാദമി ഓഫ് ലെഗാഡോ എന്നാണ് അക്കാദമിൻ്റെ പേര്. ഈ അക്കാദമി തന്നെ ഭയങ്കര ഒരു കോമഡിയാണ്. കാരണം അവിടുത്തെ ആളുകൾ എന്ന് പറഞ്ഞാൽ അവിടെ ഒരുപാട് സയൻറ്റിസ്റ്റുകളുണ്ട്, പക്ഷേ അവർ അബ്സേർഡ് ആയിട്ടുള്ള ഒരുപാട് എക്സ്പെരിമെൻറ്റ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതേസമയം അവിടുന്ന് അദ്ദേഹം വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ മുന്നോട്ട് പോകുന്ന സമയത്ത് അദ്ദേഹം വേറൊരു സ്ഥലത്തെത്തുന്നുണ്ട്. ആ സ്ഥലത്തിൻ്റെ പേരെന്താ? പിന്നെ ഗ്ലബ്ഡ്രബ് എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. ഇവിടെ അദ്ദേഹം ചെയ്യുന്ന ഒരുപാട് ഹിസ്റ്റോറിയൻസിനെ, അല്ലെ, ഒരുപാട് മുമ്പ് കാലത്തുണ്ടായിരുന്ന ഒരുപാട് ഹിസ്റ്റോറിക്കൽ ഫിഗേഴ്സിനെ അവിടെ അദ്ദേഹം കണ്ടുമുട്ടാണ്. അപ്പോൾ അവരൊക്കെ എന്ന് പറഞ്ഞാൽ എന്താണ്? അവരുടെ ഭയങ്കര ഡിസില്യൂഷൻമെൻറ്റിലായിട്ടാണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ പിന്നെ മനുഷ്യകുലത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചൊക്കെ ഭയങ്കര ഒരുപാട് വികാരധീനനായിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഗളിവറുടെ മുമ്പിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ടീമിനെ അവിടെ കണ്ടുമുട്ടുന്നുണ്ട്. മൂന്നാമത് വീണ്ടും അദ്ദേഹം മുന്നോട്ട് പോകുമ്പോൾ മറ്റൊരു സ്ഥലത്തെത്താണ്. ആ സ്ഥലത്തിൻ്റെ പേരെന്താണ്? ലഗ്നാഗ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് പിന്നീട് അദ്ദേഹം എത്തുന്നത്. അപ്പോൾ ഈ സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടെ അദ്ദേഹം ഒരുപാട് ഇമ്മോർട്ടൽസ് ആയിട്ടുള്ള ആളുകൾ കാണുന്നുണ്ട്, അല്ലേ? ഒരുപാട് പ്രായമായിട്ടുള്ള ആളുകൾ. അവരെന്ത് ചെയ്യുന്നില്ല, അവർ ഏജിങ് കാരണം സഫർ ചെയ്യാണ്, അവർ മരിക്കുന്നില്ല. അങ്ങനത്തെ ഒരു ടീമിനെ അദ്ദേഹം കണ്ടുമുട്ടുന്നുണ്ട്. അങ്ങനെ പിന്നീട് അദ്ദേഹം എന്ത് ചെയ്യാണ്? ഇവിടുന്ന് അവസാനം ജപ്പാൻ വഴി അവിടുന്ന് തിരിച്ച് ഇംഗ്ലണ്ടിലേക്ക് തന്നെ തിരിച്ചു മടങ്ങുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു മൂന്നാമത്തെ വോയേജിൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹം കണ്ടുമുട്ടുന്ന പല ആളുകളെ കണ്ടുമുട്ടുന്നുണ്ട്. അവസാനം ജപ്പാനിലേക്ക് അദ്ദേഹം എത്തിയിട്ട് അവിടുന്ന് തിരിച്ച് ഇംഗ്ലണ്ടിലേക്ക് തന്നെ മടങ്ങിയെത്താണ്. അപ്പോൾ ഇതിൽ അദ്ദേഹം പോകുന്ന സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ ബാൽനി ബാർബി എന്ന് പറഞ്ഞിട്ട് സ്ഥലം പോകുന്നുണ്ട്, പിന്നെ ലഗ്നാഗിൽ പോകുന്നുണ്ട്, പിന്നെ ഗുൽദബ്ദുരിൽ പോകുന്നുണ്ട്, പിന്നെ ജപ്പാനിലും പോകുന്നുണ്ട്. അങ്ങനെ അവസാനം ഇംഗ്ലണ്ടിലേക്ക് തന്നെ മൂന്നാമത്തെ വോയേജും കഴിഞ്ഞുകൊണ്ട് അദ്ദേഹം മടങ്ങിയെത്തുകയാണ്. ഓക്കെ, ഇനി നാലാമത്തെ ഒരു യാത്രയിലേക്ക് പോകുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ നാലാമത്തെ യാത്ര എന്ന് പറഞ്ഞാൽ ഒരിക്കലും യാത്ര അവസാനിപ്പിക്കുന്നില്ല ഗളിവർ. ഓക്കെ, അങ്ങനെ നാലാമത്തെ യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുത്തുകൊണ്ട് അദ്ദേഹം പോവുകയാണ്. അപ്പോൾ ഈ യാത്രയിൽ അദ്ദേഹം എത്തിപ്പെടുന്നത് ലാൻഡ് ഓഫ് ഹോയ്ഹമൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടീമിൻ്റെ അടുത്താണ്. അപ്പോൾ ഈ ഹോയ്മൻസ് എന്ന് പറഞ്ഞാൽ ഇവരെങ്ങനെയാണ്? ഇവർ ഹോഴ്സസ് ആണ് ഇവിടുത്തെ നേതാക്കന്മാരെന്ന് പറഞ്ഞാൽ. ഇതൊരു സൊസൈറ്റി, ഈ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആളുകൾ ഭരിക്കുന്ന ഒരു സൊസൈറ്റിയാണ്. പിന്നെ ഭയങ്കര റാഷണലായിട്ടുള്ള ഹോഴ്സസ്, കുതിരകളാണ് അവിടെ ഭരണകർത്താക്കന്മാരായിട്ടുള്ളത്. ഇവരുടെ പേരാണ് ഹോയ്ഹമൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ എന്തെയാണ് അദ്ദേഹം ഈ ഐലൻഡിൽ കണ്ടുമുട്ടാണ്. അവർക്ക് ഒരുപാട് എന്തുണ്ട്, അടിമകളായിട്ടുള്ള അല്ലെങ്കിൽ അവരെ സെർവ് ചെയ്യുന്ന കുറച്ച് ആളുകളുണ്ട്. ഈ ആളുകൾ ഇവരുടെ പേരാണ് യാഹൂസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഈ യാഹൂസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനുഷ്യന്മാരെ ഏകദേശം അതേ ഒരു രൂപത്തിൽ വരുന്ന ആളുകളാണ്. ഇവർ ഭയങ്കര ബ്രൂട്ടിഷും ഭയങ്കര സാവേജും ആയിട്ടുള്ള ആളുകളാണ് ഹ്യൂമൻസ്. അതേസമയം അവിടെ ഭരണകർത്താക്കന്മാരായിട്ടുള്ള അവിടുത്തെ ബുദ്ധിജീവികളായിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ഹോഴ്സസ് ആണ്. ഓക്കെ, കുതിര പോലുള്ള ആളുകളാണ്. അപ്പോൾ ഇത് ഗളിവറിന് ഇവരെ ഭയങ്കര എന്ത് ചെയ്യുന്നുണ്ട്? ഗളിവർ ഭയങ്കര ഇവരിൽ അട്രാക്ട് ചെയ്യപ്പെടുന്നുണ്ട്. കാരണം അത്രയും ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഭയങ്കര റാഷണൽ ആയിട്ടുള്ള ഹോഴ്സസ് എന്ന് പറയുമ്പോൾ അതിലൊക്കെ അദ്ദേഹം ഭയങ്കര ഫാസിനേറ്റ് ആവുന്നുണ്ട്. അങ്ങനെ അവരുമായിട്ട് ഇംഗ്ലണ്ടിനെ കുറിച്ചും ഇംഗ്ലണ്ടിലെ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചൊക്കെ അദ്ദേഹം സംസാരിക്കുകയാണ്. പക്ഷേ ഇവരെന്ത് ചെയ്യുന്നില്ല, ഈ യാഹുവിനെ പോലെയാണ് ആരെ കാണുന്നത്? ഗളിവറിനെ കാണുന്നത്. അങ്ങനെ ഈ ഹോയ്മൻസ് എന്ത് ചെയ്യാണ്? നമ്മുടെ ഗളിവർ അവിടെ നിന്ന് മെല്ലെ പുറത്താക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അവർ ഇംഗ്ലണ്ടിലേക്ക് തന്നെ നിങ്ങൾ മടങ്ങി പോകണം എന്നൊക്കെ പറയാണ്. അങ്ങനെ അവിടുന്ന് അദ്ദേഹത്തിനെ പുറത്താക്കുമ്പോൾ ഒരു പോർച്ചുഗീസ് ഷിപ്പ് എന്ത് ചെയ്യാണ്? ഡോൺ പെഡ്രോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാപ്റ്റൻ്റെ ഒരു പോർച്ചുഗീസ് ഷിപ്പ് അദ്ദേഹത്തിനെ കണ്ടുമുട്ടി. അങ്ങനെ അദ്ദേഹത്തിന് അവിടുന്ന് പിക്ക് ചെയ്തുകൊണ്ട് ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു റിജക്ഷൻ, ഇവിടുന്ന് നേരിട്ട് റിജക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ വലുതായിരുന്നു. കാരണം ഇദ്ദേഹത്തിന് യാഹു പോലെയാണ് എന്ത് ചെയ്യുന്നത്? ഗളിവറിനെ അവിടുത്തെ ഹോയ്ഹമൻസ് കണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവസാനം പോർച്ചുഗീസ് ഷിപ്പിലേറിക്കൊണ്ട് ഇംഗ്ലണ്ടിലേക്ക് എന്ത് ചെയ്യാണ്? ഇദ്ദേഹം തൻ്റെ യാത്ര കഴിഞ്ഞ് മടങ്ങിയെത്തുകയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് 4 യാത്രകൾ, ഗളിവറുടെ 4 യാത്രകൾ ഇതാണ്. അങ്ങനെ ഇംഗ്ലണ്ടിൽ വന്ന് അദ്ദേഹം എന്ത് ചെയ്യാണ്? പിന്നെ ഒരു സാധാ ഒരു ലിവിങ് ആണ് അദ്ദേഹം നയിക്കുന്നത്. കാരണം അവിടെ ആളുകളൊക്കെ അദ്ദേഹം കാണുമ്പോൾ എന്താണ്, അവർക്ക് അദ്ദേഹത്തിന് യാഹുവിനെയാണ് ഓർമ്മ വരുന്നത്. അങ്ങനെ അദ്ദേഹത്തിന് ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഹോഴ്സസിനെ പോലെയുള്ള ആ നല്ല ആളുകളെ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് അത്രയും വലിയൊരു സാറ്റയറാണ് അന്നത്തെ കാലത്ത് എഴുതപ്പെട്ടിട്ടുള്ള. ഇതിൽ പ്രധാനപ്പെട്ടുള്ള തീമുകളാണ് നമ്മൾ ഇനി നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. ഓക്കെ, ആദ്യമായിട്ട് നമ്മൾ ഇതിലെ തീംസ് സംസാരിക്കുമ്പോൾ നമുക്കറിയാം, ഒന്നാമതെന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഹ്യൂമൻ നാച്ചർ ആൻഡ് മൊറാലിറ്റി ഇതിൽ ഏറ്റവും വലിയൊരു തീമായിട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റും, അല്ലേ? ഹ്യൂമൻ നാച്ചർ ആൻഡ് മൊറാലിറ്റി, മനുഷ്യന്മാരുടെ വ്യത്യസ്തമായിട്ടുള്ള ഫ്ലോസ്, ഗ്രീഡ്, പ്രൈഡ്, കറപ്ഷന്, അങ്ങനെയൊക്കെ ഇതിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? കൃത്യമായിട്ട് അദ്ദേഹം സാറ്റയർ ചെയ്തുകൊണ്ട് ഇതിൽ സംസാരിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ പൊളിറ്റിക്സും പവറും, അന്നത്തെ കാലത്ത് ഇംഗ്ലണ്ടിൽ ഉണ്ടായിട്ടുണ്ടായിരുന്ന ആ ഒരു പൊളിറ്റിക്സ്, പവർ, ഇതിന് അദ്ദേഹം വളരെ കൃത്യമായിട്ട് ഇതിൽ അടിവരിട്ട് പറയുന്നതായിട്ട് കാണാൻ പറ്റും, അല്ലേ? ഇപ്പോൾ ലില്ലിപുട്ടിൻസിൻ്റെയും അതുപോലെ തന്നെ ബെൽഫുസ്കു, ഈ 2 ടീമിനിടയിലുള്ള ആ ഒരു അധികാരത്തിന് വേണ്ടിയിട്ടുള്ള വടംവലികൾ, അത് കണ്ടാൽ തന്നെ നമുക്ക് കൃത്യമായിട്ട് യൂറോപ്യൻ പൊളിറ്റിക്സിനാണ് അദ്ദേഹം പറയുന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അന്നത്തെ ഇംഗ്ലണ്ടിനെയും ഫ്രാൻസിനെയാണ് അദ്ദേഹം ഇതിലൂടെ സറ്റയർ ചെയ്യാൻ ശ്രമിക്കുന്നത്. പിന്നീട് സയൻസ് ആൻഡ് നോളജ്, ഇത് മറ്റൊരു തീമാണ്, അല്ലേ? നമ്മൾ ലാപ്പുട്ടയിലൊക്കെ പോകുമ്പോൾ ഫ്ലൈയിങ് ഐലൻഡിലെ ലാപ്പുട്ടയിൽ അദ്ദേഹം കാണുന്നത് എന്താ? അബ്സേർഡ് ആയിട്ടുള്ള ഒരുപാട് എക്സ്പെരിമെൻറ്റുകൾ അദ്ദേഹം കാണുന്നുണ്ട്. അക്കാദമി ഓഫ് ലെഗാഡോയിൽ, അല്ലേ? അപ്പോൾ ഇതിനൊക്കെയാണ് അദ്ദേഹം ചെയ്യുന്നത് സറ്റയർ ചെയ്യാൻ ശ്രമിക്കുന്നത്. പിന്നീട് കൾച്ചറൽ റിലേറ്റീവ്സ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, അല്ലേ? ഓരോ സൊസൈറ്റിയും ഗളിവർ വിസിറ്റ്
ചെയ്യുന്ന ഓരോ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള ബയാസസുകൾ എന്ത് ചെയ്യാണ് പിന്നെ നമുക്ക് മുമ്പിൽ തുറന്ന് കാണിച്ചു തരികയാണ്. അപ്പോൾ അങ്ങനെ ഓരോ കൾച്ചറിനെയും അദ്ദേഹത്തിന് ഇതിലുണ്ട് നമുക്ക് പിന്നെ ക്രിട്ടിക് ചെയ്യുന്നത് നമുക്ക് ഇതിലൂടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ സിമ്പിൾസ്, പ്രധാനമായിട്ടുള്ള സിമ്പിളുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലില്ലിപുട്ടും പിന്നെ ബ്രോഡിംഗ് നാഗും ഇത് രണ്ടും സിമ്പിളൈസ് ചെയ്യുന്നതിനെ കുറിച്ചാണ് അല്ലേ. കോൺട്രാസ്റ്റിംഗ് വ്യൂസ്, ഹ്യൂമാനിറ്റിയുടെ വ്യത്യസ്തമായിട്ടുള്ള പിന്നെ ഒരു കാഴ്ചപ്പാടുകളെ അല്ലേ. കാരണം ഒരു ടീം എന്ന് പറഞ്ഞാൽ ഭയങ്കര ആംബിഷ്യസ് ആയിട്ടുള്ളൊരു ടീമാണ്, മറ്റേ ടീം എന്ന് പറഞ്ഞാൽ ഓക്കെ കുഴപ്പമൊന്നുമില്ല നല്ല നിലയ്ക്ക് ജീവിക്കുന്ന ഒരു ടീമാണ്. അപ്പോൾ അത്തരത്തിലുള്ള രണ്ട് ഇത് നമുക്ക് ഇതിന്ന് കാണാൻ പറ്റും. ലില്ലിപുട്ടിലെ രാജാവും പിന്നെ ബ്രോഡിംഗ് നാഗിലെ രാജാവും. അതുപോലെ തന്നെ ഫ്ലൈയിങ് ഐലൻഡ് ഓഫ് ലാപ്പുട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അവിടെ നമുക്ക് പിന്നെ ഇൻ്റലക്ച്വൽ പുർസ്യൂട്ടിലെ ആളുകൾ അന്നത്തെ കാലത്ത് ലണ്ടനിലൊക്കെ ഉണ്ടായിരുന്ന ആളുകൾ നടത്തിക്കൊണ്ടിട്ടുണ്ടായിരുന്ന ഒരുപാട് ഇൻ്റലക്ച്വലും സയൻറ്റിഫിക്കും ആയിട്ടുള്ള പിന്നെ ഇൻവെൻഷൻസിനൊക്കെ നമുക്ക് ഇതിലൂടെ അബ്സേർഡ് ആയിട്ടുള്ള ഒരുപാട് ഇൻവെൻഷൻസ് നമുക്ക് ഇതിലൂടെ കാണാൻ പറ്റും. പിന്നെ ഹോയ്ഹമൻസും യാഹൂസ് എന്ന് പറയുമ്പോൾ അവരെന്ന് പറഞ്ഞാൽ പിന്നെ അല്ലേ ഒരു പിന്നെ റീസണും അതുപോലെ തന്നെ ഹ്യൂമൻ നാച്ചുറൽ അല്ലേ കുറച്ച് ആളുകൾ സ്ലേവ് ആക്കി വെക്കുക, അതല്ലെങ്കിൽ പിന്നെ കുറച്ച് ആളുകൾ ഒരു റീസണും അതുപോലെ തന്നെ ഹ്യൂമൻ ഇൻസ്റ്റിങ്ക്റ്റും ഇതിൻ്റെ ഇടയിലുള്ള ഒരു സംഘടന നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ മൂന്നാമത്തെ വിഭാഗത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. കാരണം അവർ കുറച്ച് ഒരു ലൈറ്റ് ആയിട്ടുള്ള ആളുകൾ, മറ്റവർ യാഹൂസ് സാവേജസ് ആയിട്ടുള്ള ആളുകൾ, അങ്ങനെ ഒരു കാഴ്ചപ്പാടാണ് അവിടെ കടന്നു വരുന്നത്. ഇനി അടുത്ത് നമ്മൾ നോക്കുമ്പോൾ ഇതിൽ പ്രധാനപ്പെട്ടുള്ള ക്രിറ്റിസം ഇതിൻ്റെ മേലിൽ വന്നിട്ടുള്ളത് ഈ ഒരു വർക്ക് അത്രയും വൈഡ്ലി റെഡാണ്, അപ്പോൾ അത്രയും വായിക്കപ്പെട്ടൊരു കൃതിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യപ്പെടുകയൊക്കെ ചെയ്തിരുന്നു ഒരു സാറ്റയർ എന്നുള്ള നിലയ്ക്ക്. പക്ഷേ ഒരുപാട് ക്രിറ്റിസം ഇത് നേരിട്ടിട്ടുണ്ട്. കാരണം ഹ്യൂമാനിറ്റിയെ ഇത് വളരെ പിന്നെ വീക്കായിട്ടാണ് എന്ത് ചെയ്യുന്നത് പിന്നെ ഇത് പ്രസൻറ്റ് ചെയ്യുന്നത് എന്നുള്ള ഒരു ബ്ലീക്ക് വ്യൂ ഓഫ് ഹ്യൂമാനിറ്റി എന്നുള്ളതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഒരു ക്രിറ്റിസം ഈ ഒരു വർക്ക് നേരിടുന്നുണ്ട്. അതേപോലെ തന്നെ പിന്നെ ജൊനാഥൻ സ്വിഫ്റ്റിൻ്റെ ഹോയ്ഹമൻസിനെയും അതുപോലെ തന്നെ യാഹൂസിനെയും പോർട്രേ ചെയ്ത സമയത്ത് അവരെ ഭയങ്കര ഐഡിയലിസ്റ്റിക് ആയിട്ടുള്ള ആളുകളായിട്ട് ചിത്രീകരിച്ചു. മാത്രമല്ല യാഹൂസ് എന്നുള്ളത് അത് ഭയങ്കര പിന്നെ മിസാന്ത്രോഫിക് ആയിട്ടുള്ളൊരു ക്യാരക്ടറൈസേഷൻ ആയിരുന്നു. മനുഷ്യന്മാരെ പോലെയാണ് എന്ത് ചെയ്തിട്ടുള്ളത് അവരെ ചിത്രീകരിച്ചിട്ടുള്ളത് എന്നുള്ള അങ്ങനത്തെ ആ ഒരു ചിത്രീകരണവും എന്തായിട്ടുണ്ട് ഒരുപാട് ക്രിറ്റിസത്തിന് വകവെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലാണ് പിന്നെ ജൊനാഥൻ സ്വിഫ്റ്റിൻ്റെ ഈ ഒരു വർക്കിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒരു ഷോർട്ട് സമ്മറി എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ താങ്ക് യു, ബൈ.